ഹായ് ഫ്രണ്ട്സ്, മെമ്മറൈസ് ട്രാവൽ വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ഒരു യാത്ര പോവാണ് ഫാമിലി ആയിട്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്, കുഞ്ഞിനിയുണ്ട്. കുഞ്ഞിനിയല്ല, സുദീപ്. ഞാൻ വിളിക്കുന്ന കുഞ്ഞിനിയെന്നാ. പിന്നെ അമ്മമ്മയുണ്ട് കേട്ടോ, അമ്മയുടെ അമ്മ ഇതായിരിക്കുന്നു. അമ്മ ഹായ് പറഞ്ഞേ. അതെ, അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു പാലം കാണാൻ വേണ്ടി പോവാ. 80 കിലോമീറ്റർ താണ്ടി ഒരു പാലം കാണാൻ വേണ്ടിട്ട് പോവാ, വെറും ഒരു പാലം. അപ്പൊ ആ പാലത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണും. അപ്പൊ അത് ഫ്ലുവന്റ് ആയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരാള് അച്ഛനാണ്. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ പാലം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അച്ഛനോട് നമുക്ക് അച്ഛനോട് ഇരിപ്പുണ്ട്, അച്ഛനോട് നമുക്ക് ആ പാലത്തെ കുറിച്ച് ചോദിക്കാം. പെരുമ്പളം പാലമാണ് നമ്മൾ കാണാൻ പോകുന്ന. ആലപ്പുഴ ജില്ലയില് ചേർത്തല കഴിഞ്ഞ് എറണാകുളം റൂട്ടിൽ അരൂര് ഭാഗത്തു നിന്നാണ് ആ പാലം ആരംഭിക്കുന്നത്. ആ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ്. ഇങ്ങനെയുള്ള ഒരു പാലം, അത് ഒരു കിലോമീറ്ററിലധികം ദൂരമുണ്ട് ആ പാലത്തിന്. അപ്പം അത് കാണാൻ പോവുകയാണ് ഞങ്ങൾ. ബാക്കി വിശേഷങ്ങൾ അവിടെ കണ്ടിട്ട് ബാക്കി പറയാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് പെരുമ്പളം പാലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാം. ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറോളത്തെ യാത്രയുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടില്ലേ, ഈ മുന്നിൽ കാണുന്ന ഈ പാലമാണ് പെരുമ്പളം പാലം. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ്. അത്യാവശ്യം നല്ല വീതിയിലാണ് പണിതിരിക്കുന്നത്. അച്ഛനിവിടെ ഉണ്ട്, അമ്മുമ്മയുണ്ട്, അമ്മയുണ്ട്. അവൻ വണ്ടിക്കകത്താണ്, അനിയൻ. അമ്മ എങ്ങനെയാണ് യാത്ര? അജി, അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പാലം കാണാൻ വേണ്ടി വന്നത്. അജി എങ്ങനെയുണ്ട്? ഇതിന്റെ പാലത്തെ കുറിച്ച് ബാക്കി പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ. പാലം ഇത് പെരുമ്പളം പാലം കയറാൻ പോവാണ്. നമ്മൾ ഈ നേരെ കാണുന്നതാണ് പെരുമ്പളം പാലം. 11 മീറ്റർ വീതിയിൽ പണിതെന്നാണ് നമ്മൾ അറിയുന്നത്. നല്ല വീതി പണിതിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ ഇടയുണ്ട്. 100 കോടി രൂപ മുടക്കി ഇപ്പോൾ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർണ്ണമായിട്ടും പണി തീർത്ത ഒരു പാലമാണ് അത്. ഈ നാട്ടുകാർക്ക് അതിൻ്റെ പ്രയോജനമൊക്കെ നമ്മൾ അക്കരെ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നാട്ടുകാർ പറയും അതിൻ്റെ പ്രയോജനം. ഇവിടെയുള്ളവർക്കും അറിയായിരിക്കും. ഈ പാലം ഈ ആ ദ്വീപിൽ, പെരുമ്പളം ദ്വീപിൽ താമസിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്. അന്നേരം നമുക്കറിയാം ഇങ്ങനൊരു പാലം കിട്ടിയതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയോജനം നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ഒരു നല്ലൊരു പാലം വന്നുകൊണ്ട് അവർക്ക് വളരെയേറെ പ്രയോജനമായിരിക്കും ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും. നമ്മളെ കൂടുതൽ വിവരങ്ങൾ പാലം കടന്ന് അക്കരെ ചെന്ന് അവിടുത്തെ ആൾക്കാരോട് ഇവിടെ ചോദിക്കാം.
അപ്പം ഇതാണ് പാലത്തിൻ്റെ പെരുമ്പളം പാലം. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കല്ല വരുന്നതെങ്കിൽ ബസ്സിന് കയറി വരാനിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പെരുമ്പളം പാലത്തിൻ്റെ ഒരു എൻഡിലാണ് നിൽക്കുന്നത്. 1 കിലോമീറ്റർ മിച്ചമുണ്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, പാലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് യാത്ര പോവുകയാണ്. അതെ, അമ്മയും അമ്മുമ്മയും ഒക്കെ ഇതേണ്ടേ പാലത്തേക്കൂടെ. നല്ല വെയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയിലാണ്. നമ്മളിങ്ങോട്ട് വന്ന വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വീതി കുറവായിരുന്നു. ഇതിപ്പം നല്ല വീതിയിലാണ് പണിതേക്കുന്നത് കേട്ടോ. അമ്മേ, അങ്ങനെ പെരുമ്പളം പാലത്തേക്കൂടെ അമ്മൂമ്മ നടന്നു. അതെ, അത് കണ്ടു വെച്ച് നിങ്ങളെല്ലാം നല്ല അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു അമ്മൂമ്മേ. അച്ഛൻ താഴെ കൂടെ പോയി. അച്ഛൻ താഴെ കൂടെ ജസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുവഴി ചെറിയ വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട്. പക്ഷെ അതുവഴി നമുക്ക് അങ്ങോട്ട് വഴിയുണ്ട്. എന്തായാലും ദൂരാണ് ഞാനിപ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. ഞാനും അമ്മയും അമ്മുമ്മയും കൂടെ ദേ കുറച്ച് ദൂരം നടന്നു. ദേ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. പാലത്തേക്കൂടെ വണ്ടികൾ ഇങ്ങനെ തുരുതുരാ പോകുന്നുണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഒരു 80 കിലോമീറ്റർ താണ്ടി വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഈ പാലം കാണാൻ വേണ്ടിയാണ് വന്നത്. പെരുമ്പളം പാലം. പെരുമ്പളം ദ്വീപവാസികളുടെ ചിരകാല അഭിലാഷമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പിണറായി ഗവൺമെന്റ് നടത്തിയ ഒരു വലിയ വികസന പ്രവർത്തനമാണിത്. അതെയോ? ഇത്രയും വലിയ ഈ ദ്വീപ് അവർക്ക് പുറം ലോകമായിട്ട് ജങ്കാർ മാത്രമേ ഉള്ളായിരുന്നു ബന്ധപ്പെടാനായിട്ട്. ജങ്കാറിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആ ദ്വീപിലേക്ക് ഈ ഒരു പാലം പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അത്രയും അവർക്ക് ഗതാഗത സൗകര്യം മറ്റു വികസനം ഉണ്ടായിരിക്കുക ഈ വലിയ പാലമാണ്. ഇത് നമ്മളുടെ ഈ പിണറായി ഗവൺമെൻറ്റാണ് ഇത് നേതൃത്വം ഏറ്റെടുത്ത് ഈ പാലം നടത്തുന്നത്. പെരുമ്പളം ദ്വീപുകാർക്ക് ഇത് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ളൊരു പാലമാണ്. ശരിക്കും പറഞ്ഞാൽ പെരുമ്പളം എന്ന് പറഞ്ഞ ഒരു തുരുത്താണ് ദ്വീപ്. അമ്മ എത്തേക്ക് അറിയോ? വണ്ടിയൊക്കെ അറിയോ? അപ്പോൾ ഇതാണ് സുദീപ് വണ്ടിയായിട്ട് അമ്മൂമ്മയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് വണ്ടിയായിരിക്കും ഇവിടെ വന്നിരിക്കുകയാണ്. ആ കാണുന്നതാണ് പെരുമ്പളം ദ്വീപ്. പെരുമ്പളം ദ്വീപല്ലേ ചേച്ചി കാണുന്നേ? അതെ അതെ, വേമ്പനാട്ടുകായലുള്ള ഒരു ദ്വീപാണ് പെരുമ്പളം ദ്വീപ്. 10,000 പേര് താമസിക്കുന്ന ഒരു സ്ഥലം. അതെ, അങ്ങോട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. 10,000 പേര് താമസിക്കുന്നുണ്ടല്ലേ? ഏതാണ്ട് 10,000 പേര് ഉണ്ട്. ഓ, അതിൽ കൂടുതലുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും 10,000 എന്നാലും ഇടയ്ക്ക് കണക്ക് കണ്ടത്. ഓക്കെ. അപ്പം ഇതാണ്ട് ഈ പാലത്തിന് അക്കരെ കാണുന്ന ഒരു ദ്വീപാണ് പെരുമ്പളം ദ്വീപ്. ആ ദ്വീപിലേക്കാണ് ഈ പാലത്തിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ്ട് വണ്ടിയെ കയറി നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയി നോക്കാം. ഇപ്പം നല്ല വെയിലാണ്. ഈ വെയിലത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം കാറിൽ തന്നെ പോയി നോക്കാം. പാലത്തിന്റെ ടാറിങ് നടക്കുന്ന ഗതാഗത നിയന്ത്രണം പാലത്തിന്റെ ടാറിങ്
ടാറിങ് വെച്ചിരുന്നത്. മിറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഇതുണ്ടോ സൈഡിലാവേ മിറ്റിലിങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഭാഗം ഇവിടെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ലായിരിക്കല്ലോ. ആ തുടക്കത്തിൽ നിർത്തായിരുന്നു. ഇവിടെ ഇതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങത്തില്ല, വണ്ടി ഓപ്പണില്ലല്ലോ. അങ്ങനെ തറ്റത്ത് കൊണ്ട് നിർത്തിയാൽ ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല വലിയ പാലമാണ് കേട്ടോ. ചുമ്മാ ഒരു പാലം കാണുക നമ്മൾ വിചാരിക്കും ചെറിയ പാലമായിരിക്കുന്നു, പക്ഷെ അത്യാവശ്യം വലിയ പാലമാണ്. 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോളം മിച്ചം ഉണ്ട്. ഒരു ദ്വീപിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ സെൻട്രലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വണ്ടി നിർത്താവോന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ചുമ്മാ ഇറങ്ങുവാണ്. വണ്ടി നിർത്താവോന്ന് അറിയത്തില്ല. അപ്പോൾ ഇതേ വണ്ടി എന്തായാലും നമ്മളിവിടെ നിർത്തിയിട്ട് അമ്മമ്മ ഇറങ്ങി. അമ്മ ഇച്ചിരി വലിയ പൊക്കമാണേ, കയറാൻ എളുപ്പമുണ്ടോ? അമ്മ എടുത്തു കയറ്റി. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ കാണുന്ന വേമ്പനാട്ട് കായലാണ് കേട്ടോ. വേമ്പനാട്ട് കായലിൻ്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ്. ഞാൻ കുറേ തവണ പറഞ്ഞു ഇത് തന്നെ. ഇതുണ്ടല്ലേ, എന്നാജി ഈ ദ്വീപിന്റെ അപ്പുറയും കായലാ. അതെ അല്ലേ? അപ്പുറം ആ കായല് അക്കരെ കടന്നിട്ടാണ് പൂത്തോട്ട എന്ന് പറയുന്ന ഭാഗത്തോട്ട് ഇല്ല. പൂത്തോട്ടം അല്ലേ? പൂത്തോട്ട നമ്മള് പാലായിൽ നിന്നൊക്കെ എറണാകുളം പോകുമ്പോൾ ഉള്ള ഒരു വഴിയാണ് പൂത്തോട്ട. ഓ, ആ പൂത്തോട്ട ഇതിന്റെ നേരെ അപ്പുറമായിട്ട് വരും. ഓ, ഈ ദ്വീപിന്റെ അക്കരയായിട്ടല്ലേ? ഓ ശരി. പാലമില്ല, അവിടുന്ന് അങ്ങോട്ട് പോകാൻ പാലമില്ല. ദ്വീപിലോട്ട് ഇവിടെ മാത്രമേ പാലമുള്ളൂ, ചെയ്തിട്ടുള്ളൂ. കണക്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഈ ദ്വീപുകാർക്ക് നല്ല ഉപകാരപ്രദമായിട്ടുണ്ട് ഈ പാലം. ഇത് അത്യാവശ്യം ഒരു 1.5 കിലോമീറ്ററോളം വരും അല്ലേ? 1.5 കിലോമീറ്ററോ? കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഈ പാലം. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, വന്ന് കാണുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതാ അങ്ങ് ദൂരെ കാണുന്നോ? നോക്കട്ടെ. അതൊരു ബോട്ടാ. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പട്ടിയല്ലേ?
ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നേ വരുമോ? ശരിക്കും പറഞ്ഞാലേ ഈ പാലം കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, 100%. ഓക്കെ. LDF അല്ലേ? LDFിൽ നിന്നാണ് ശരിക്കും ഈ പാലം നിർമ്മിച്ചതല്ലേ, പിണറായി സർക്കാർ? ഓ, ഈ പാലം ഞങ്ങൾ ആദ്യം കാണാൻ വരികയാണ്. പക്ഷേ എന്നാലും ഇതിനാണ് ഒരു ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപിലോട്ട് ഇങ്ങനെ ഒരു പാലം വന്നതുകൊണ്ട് ഏറ്റവും ഒത്തിരി, കാരണം എപ്പോഴും സ്വപ്നം കാണുന്ന സാധനം ഇവിടെ എത്ര പേര് 10,000 പേരല്ലേ താമസിക്കുന്നത്? 15,000 പേരുണ്ട്. അത്രയും പേർക്കും അത് ഏറ്റവും പ്രയോജനം. വരുന്നവർക്കും 14 വാർഡ് പഞ്ചായത്തല്ലേ, പെരുമ്പളം പഞ്ചായത്ത് അല്ലേ, ആലപ്പുഴ ജില്ല. പ്രധാനം ഇവിടെ ഈ തെങ്ങല്ലേ ഇതിനകത്ത്. പിന്നെ കരിയിൽ മത്സ്യപ്പണിക്കൊക്കെ പോകുന്നു. പിന്നെ അതൊരു കുടിക്കാൻ അവിടെ അല്ലേ, അങ്ങ് ദൂരെ ഇല്ല സാറേ. ഈ കാണുന്ന തുരുത്തല്ലേ? ഓ, അതിലൂടെ വരാനാണ് സാറേ നോക്കിയത്. അതിലൂടെ വരാകുമ്പോൾ കുറെ വീട്ടിലൊക്കെ മാറും. അത് വരാല്ലോ സാറേ. അതോ അതിൽ ബോട്ട് സെക്ഷനാണ് നേരെ കാണാൻ ബോട്ട് കിടക്കുന്നത്. പാണാവള്ളിയാണ് അക്കരെയുള്ളത് അല്ലേ? വ്യാസാണ് ആ ബോട്ട് കിടക്കുന്നത്. അതായത് ആ ബോട്ട് കിടക്കണം. അതാ പാണാവള്ളി. പൂത്തോട്ടം എന്ന് പറയുന്ന അപ്പുറത്തോട്ട് കായലിനക്കരെ, അവിടുന്ന് ബോട്ടുണ്ട്. കായലിനക്കരെ കറങ്ങിപ്പോ. ഞങ്ങളാ പൂത്തോട്ട വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലായിൽ നിന്നൊക്കെ എറണാകുളം പോകുമ്പോൾ പൂത്തോട്ട വഴി വൈറ്റിലെ കാരക്ക വീടുകൾ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ബാബു അല്ലേ? ബാബു ചേട്ടൻ. അപ്പൊ ചേട്ടാ താങ്ക് യു, വളരെ നന്ദി. ഇവിടെ വെള്ളം പൊങ്ങല്ല. ഇവിടെ കയറുമൊന്നും അങ്ങനെ പേടിക്കാനുള്ള സ്ഥലമൊന്നും അല്ല, ഇത് കടലിലോട്ടേ പോകുള്ളൂ, വെള്ളം പൊങ്ങിയല്ലോ. ആ അതെ, 4 ദിവസം കായല. കായലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. പോവാ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം പൊങ്ങത്തില്ല. ചുറ്റിനും കായലാണ്. കായൽ പിന്നെ കണക്ട് ചെയ്ത് കിടക്കുന്നത് കടലുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ ഏരിയയിലില്ല. അങ്ങനെ ഒരു ഗുണം കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. കടകളൊക്കെ കൂടുതലുള്ള ആ ഭാഗത്താണ്, അവിടാണ്. ഇതാണ് സിറ്റി. എല്ലാം ഇനിയും വികസിച്ചു വരണം അല്ലേ? അല്ല, പാലം വന്നതുകൊണ്ട് ഇനി ഒത്തിരി വികസനങ്ങൾ വരുള്ളൂ. എപ്പോഴും ജങ്കാറുണ്ടല്ലേ? ഇപ്പൊ ഇവിടുന്ന് അക്കരയ്ക്കൊക്കെ നമുക്ക് ബോട്ടിന് പോകണ എത്രയാ ചാർജ് ഈടാക്കുന്നത്? 6 രൂപ അല്ലേ? 6 രൂപ ഉള്ളൂ. ഒന്നരയ്ക്ക് വരുള്ളൂ. ഓ, അത്രയും സമയം എടുക്കും. ആള് വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയല്ല. ആ, എണ്ണ അടിക്കണം. ആ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലേ? ആ, ഒപ്പിടണം. അതെ അല്ലേ? അല്ലാതെ ഇതിപ്പോ സർക്കാരിന്റെ ബോട്ടല്ലേ ഇത്? അല്ല, അല്ലാതുള്ള ബോട്ട് സർവീസ് ഉണ്ടോ ഇവിടെ? ഇല്ല. സർക്കാർ അതേ ഉള്ളൂ. അല്ലാതെ മറ്റേ ഈ ബോട്ട് വാടകയ്ക്ക് എടുത്ത ആൾക്കാർ പോകുന്ന അതൊക്കെ അപ്പറയുള്ള. അതിപ്പോ ഇവിടെ വരും. അങ്ങനെയുള്ളൂ. ഇട്ട് ബോട്ടുള്ളത് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് വാങ്ങുമ്പോൾ അതല്ലേ നല്ലതല്ലേ? 6 രൂപയുടെ കേട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങ് ദൂരെ കാണുന്ന ആ വള്ളത്തിൽ ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉപജീവന മാർഗം മീൻപിടുത്തം, മീനൊക്കെയാണ്. മീൻ വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിയുന്ന ആളുകളാണ്. അപ്പോൾ മീൻ പിടിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. കണ്ടോ? അമ്മ, എങ്ങനെയുണ്ട് നമ്മുടെ പെരുമ്പളം പാലം? സൂപ്പർ. അതെ, LDF സർക്കാരിന്റെ കാലത്താണ് ഇത്. കാലത്തൊന്നുമല്ല, LDF സർക്കാരിന്റെ ഇതിലാണ് ഇത് പണിതിരിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഈ
ഈ നാട്ടുകാർക്ക് ഒരു അനുഗ്രഹം. അതെ, എല്ലാവർക്കും ഗുണമായിട്ടുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല പാലമാണ്. നല്ല പാലം. അമ്മ ആദ്യമായിട്ടല്ലേ വരുന്നേ? അമ്മേ എങ്ങനെയുണ്ട് പാലം? എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് പെരുമ്പളം പാലത്തിൻ്റെ എൻഡിൽ വന്നു കേട്ടോ. അതായത് അങ്ങേറ്റത്തുനിന്ന് ഇങ്ങേറ്റം വരെ വണ്ടി ഓടിച്ച് വന്നു. 1 കിലോമീറ്ററോളം നമുക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തി. അപ്പം ഇതാണ് പെരുമ്പളം പാലത്തിൻ്റെ ഒരു സൈഡ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ് വരെ നമ്മൾ വണ്ടി ഓടിച്ച് വന്നു. അതുകൂടാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടി ഓടിച്ച് പോയി. അപ്പോൾ അത്രയും നടന്നു. പെരുമ്പളം പാലത്തിൻ്റെ വീഡിയോ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പാലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.